കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേട്ടത്. മക്കളുള്ള ഏതൊരു മാതാവിനും പിതാവിനും എങ്ങനെയാണ് ഇതൊക്കെ കേൾക്കാനും അറിയാനും സാധിക്കുക? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പിഞ്ചുബാലൻ ഒരു കയറിന്റെ കഷ്ണത്തിൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചു ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അത് മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രത്യേകമായ പ്രദേശത്ത് നിന്ന്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആത്മഹത്യ അത്രമേൽ വർദ്ധിതമായ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ ആഴ്ചയിലൊക്കെ ആയിട്ട് എത്രയോ ആത്മഹത്യകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട, ഡൗറിയുമായി ബന്ധപ്പെട്ട പീഡനങ്ങളുടെ പേരിൽ മനുഷ്യർക്കൊക്കെ എന്ത് സംഭവിച്ചു? അവരെല്ലാം മാനസികമായി ഇത്രമേൽ തകർന്നു പോയോ? ആത്മഹത്യ ഇത്രമാത്രം വർദ്ധിച്ചു വരാനുണ്ടായ കാരണവും എങ്ങനെയാണ്? അതിനെ തൊട്ട് നമുക്ക് ഒരു പരിഹാരം എന്താണ്? അതിന് നമ്മുടെ മക്കള് ആത്മഹത്യ ചെയ്യാതിരിക്കാൻ എനിക്കറിയാവുന്ന ഒരുപാട് കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ മക്കൾ ആത്മഹത്യ ചെയ്ത ഒരുപാട് വിവരങ്ങൾ തന്നെ നമ്മോട് നേരിട്ട് അറിയിച്ച പലതുമുണ്ട്. അപ്പൊ ഈ മക്കള് എങ്ങനെയാണ് ഈ ആത്മഹത്യ ചെയ്യുന്ന ഈ ഒരു ടെൻഡൻസി അവർക്ക് വരുന്നത്? എന്താണ് അതിനൊക്കെ നമ്മളൊരു പരിഹാരമായിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. മറ്റൊരു കുറ്റങ്ങൾക്കുമില്ലാത്ത ഒരു വലിയ പ്രശ്നം ആത്മഹത്യക്കുണ്ട്. എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആത്മഹത്യക്ക് വ്യഭിചാരം, അതേപോലെ തന്നെ മദ്യപാനം, അതേപോലെ ശിർക്ക്, ഇങ്ങനെ തുടങ്ങി വലിയ വലിയ പാപങ്ങള്, ആ പാപങ്ങൾക്കൊന്നുമില്ലാത്ത ഒരു വലിയ പ്രശ്നം ആത്മഹത്യക്കുണ്ട്. ഗൗരവമുള്ളൊരു പ്രശ്നം. അതെന്താണെന്ന് നിങ്ങൾ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഒരാൾ മദ്യപിച്ചു, വലിയ തെറ്റാണ് മദ്യപിക്കുന്നത്. അങ്ങനെ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവന് എപ്പോഴെങ്കിലും അവൻക്ക് അതിൽ നിന്നൊരു പശ്ചാത്താപം തോന്നി റബ്ബിനോടൊന്ന് തൗബ ചെയ്താൽ അതിൽ നിന്ന് അവന് പുറത്തു കിട്ടാൻ അത് കാരണമാകും. ഒരാൾ മറ്റൊരാളെ കൊന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കൊലയോടുകൂടെ അയാൾക്ക് ഒരുപാട് കാലം പ്രയാസപ്പെട്ട് അയാള് ശിക്ഷകളൊക്കെ അനുഭവിച്ച് ജയിലിൽ നിന്നൊക്കെ പുറത്തിറങ്ങി അയാൾ അള്ളാഹുവിനോട് മാപ്പ് ചോദിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിയാൽ ഒരുപക്ഷെ അള്ളാഹുവിന് പുറത്തു കൊടുത്തേക്കാം. ഏത് ദോഷങ്ങൾ ചെയ്താലും റബ്ബ് സുബ്ഹാനഹു വ തആല അവന് പുറത്തു കൊടുക്കാനും ഇവന് തൗബ ചെയ്യാനുള്ള സമയം ധാരാളമുണ്ട്. എന്നാൽ ആത്മഹത്യക്ക് സംഭവിക്കുന്ന ഒരേ ഒരു പ്രശ്നം, അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ അത് മനസ്സിലാക്കണം. ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത്. റബ്ബിനെ ഓവർടേക്ക് ചെയ്യരുത് ഒരു കാരണവശാലും. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരീക്ഷണശാലയാണ്. ഈ പരീക്ഷണത്തിന്റെ ഇടയിൽ നല്ലതുപോലെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ തരണം ചെയ്ത് റബ്ബിനെ മറക്കാതെ ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നമ്മെ ഇങ്ങ് പറഞ്ഞയച്ചത് തന്നെ. എന്നിട്ട് അതിൽ ഫെയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതം കൊണ്ട് പരാജയപ്പെട്ടില്ലേ? അതുകൊണ്ട് ആത്മഹത്യക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആത്മഹത്യ ചെയ്യലോടുകൂടെ അവന്റെ ജീവിതം അവസാനിക്കാണ്. ഒരാള് വിഷം കുടിച്ച് ഒരു അങ്ങനെ ചെയ്ത് പിന്നെ അവന് തൗബ ചെയ്യാനുള്ളൊരു സമയമില്ല. വ്യഭിചരിക്കാൻ വേണ്ടി പറയല്ല, അല്ലെങ്കിൽ മോഷ്ടിക്കാൻ വേണ്ടി പറയല്ല, മദ്യപിക്കാൻ വേണ്ടി പറയല്ല. ഒരാൾ മദ്യപിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് തൗബ ചെയ്യാനുള്ള സമയവും അള്ളാഹു അത് പുറത്തു തന്നാൽ അവന് നല്ലതായി ജീവിക്കാനുള്ള അവസരവും സമയവും ഇവിടെ ഉണ്ട്. ഒരാൾ ഒരു കയറിന്റെ കഷ്ണത്തിൽ, ഒരു ഷാളിന്റെ കഷ്ണത്തിൽ അവൻ ഫാനിലോ മറ്റോ തൂങ്ങിയിട്ട് അവന്റെ ജീവിതം അവസാനിപ്പിക്കുകയാണെങ്കിൽ ആ ഒരു സമയത്തോടുകൂടെ അവന്റെ ജീവൻ അവസാനിച്ച് അവൻ മരണത്തിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ആ ഒരു പാപം, ആ തെറ്റ് ചെയ്യലോടുകൂടെ അവൻ പിന്നീട് അവന് ഒരു ടൈം പോലും ഇല്ല മാപ്പ് അപേക്ഷിക്കാൻ, അള്ളാഹുവിനോട് തൗബ ചെയ്യാൻ. അപ്പൊ അവൻ ആ തെറ്റിലായിട്ട് തന്നെ മരണത്തെ കണ്ടുമുട്ടുകയാണ്. തെറ്റോടുകൂടെ മരണത്തെ കണ്ടുമുട്ടുന്നതാണ് ആത്മഹത്യയിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ മഹാപ്രശ്നം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മഹത്യ ഒരാളും ചെയ്യരുത്. ആത്മഹത്യ ചെയ്താൽ നമുക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ, പരലോകത്ത് വെച്ച് ലഭിക്കാൻ പോകുന്ന ശിക്ഷ എന്താ? പഴയ ഉമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ ശിക്ഷ അങ്ങനെ തന്നെയാണ്. ഒരാൾ ഏത് രൂപത്തിലാണ് ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കുമെന്നാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ടതാണ് നമ്മുടെ ജീവൻ. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ നമ്മുടെ ഈ ജീവിതം, ഈ ജീവൻ ഉള്ളപ്പോഴേ നമുക്ക് ശരിക്കും പ്രവർത്തിക്കാൻ കഴിയൂ, മറ്റനുഗ്രഹങ്ങൾ ഉപയോഗിക്കാനും ആസ്വദിക്കാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ജീവൻ നിലനിർത്താൻ വേണ്ടി മനുഷ്യൻ പെടാപാടുപെടുന്നത് അതുകൊണ്ടാണ്. ജീവിത സൗകര്യങ്ങൾ ഒരുക്കുന്ന, കോടികളുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം ജീവൻ നിലനിർത്താനും സംരക്ഷിക്കാനും വേണ്ടിയാണ്. ഇന്ന് നിസാര പ്രശ്നങ്ങളുടെ പേരില്, കാര്യങ്ങളുടെ പേരില് മനുഷ്യൻ ഈ വിലപ്പെട്ട ജീവൻ ഒടുക്കിക്കളയുന്നു.
ഇത് വ്യാപകമായിരിക്കുകയാണ്. അഥവാ ആത്മഹത്യ ഒരു സാധാരണ ഒരു നോർമൽ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന, പരീക്ഷയിൽ തോറ്റാൽ, എക്സാമിൽ ഫെയിലായി കഴിഞ്ഞാൽ, എന്തെങ്കിലും കടബാധ്യത വന്ന് ജപ്തിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങിയാൽ, എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ, കുടുംബ പ്രശ്നം വന്നാൽ, ഇനി എല്ലാം പോട്ടെ, പല ആളുകളും ആത്മഹത്യ ചെയ്യുന്നത് അവരെന്തെങ്കിലും വിഷയങ്ങളിൽ പെട്ട് സോഷ്യൽ മീഡിയയിലൂടെ അവരെ നന്നായി ഏതെങ്കിലും ആളുകൾ വളരെ നിസ്സാരമായി പരിഹാസപ്പെടുത്തി സോഷ്യൽ മീഡിയയിലൂടെ അവരെ ഫോട്ടോ ഒക്കെ പ്രസിദ്ധീകരിക്കുമ്പോൾ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അങ്ങനെ ചെയ്യുന്നവരോട് നമ്മൾ പറയരുത്, ഒരാളുടെയും ഐബ് നമ്മളായിട്ട് പുറത്തു പറയരുത്. അവനാ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തെറ്റിന് ഉള്ള തക്കതായ ശിക്ഷ ലഭിക്കാൻ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. ആ നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ആ തെറ്റ് ചെയ്ത ആള് അങ്ങനെ തെറ്റ് ചെയ്ത അയാളെ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ അയാൾക്ക് ഭാര്യയുണ്ട്, അയാൾക്ക് മകളുണ്ട്, മക്കളുണ്ട്. ഇവരൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ വന്ന കാരണം, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ അടിക്കുന്നതും തൊഴിക്കുന്നതും കണ്ടിട്ട് ഈ മക്കളും ഭാര്യയും എത്ര കഷ്ടപ്പെടുന്നുണ്ടാകും, എത്ര പ്രയാസപ്പെടുന്നുണ്ടാകും. അവർ സ്കൂളിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണ് അവരുടെ കൂട്ടുകാരന്മാരെ അവര് ഫേസ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ ആലോചിച്ച് നോക്കണ്ടേ. ഒരാളുടെയും ന്യൂനതകൾ നമ്മളായിട്ട് പുറത്തു പറയരുത്. നമ്മുടെ മറ്റുള്ളവരുടെ ന്യൂനത നാം മറച്ചു വെച്ചാൽ റബ്ബ് നമ്മുടെ ന്യൂനത മറച്ചു വെക്കുമെന്ന് മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്ക് ആ വിഷയത്തിനെ കുറിച്ചൊന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ എന്തെങ്കിലും അപഹാസപ്പെടുത്തലോ എന്തെങ്കിലും വളരെ മോശപ്പെട്ട രൂപത്തിൽ എന്തെങ്കിലും പ്രചരിപ്പിക്കുകയോ ചെയ്താൽ ചില ആളുകൾ ആത്മഹത്യ ചെയ്യും. അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഏത് പ്രതിസന്ധികളെയും അത് തരണം ചെയ്തു നിൽക്കാനുള്ള ഒരു കരുത്ത്, ഈമാനികമായ കരുത്ത് നമുക്ക് വേണം. എൻ്റെ ഈ സംസാരത്തിലൂടെ ഇത് കേൾക്കുന്ന ഓരോരുത്തരും ഇപ്പോൾ തന്നെ മനസ്സിന്റെ ഉള്ളിൽ നെയ്യത്ത് വെക്കേണ്ടത്, എന്തു പ്രശ്നങ്ങൾ വന്നാലും, മനസ്സിന്റെ ഉള്ളിൽ ഏതു പ്രതിസന്ധികളെ തരണം ചെയ്യേണ്ടി വന്നാലും, അത് കുടുംബ പ്രശ്നമാവട്ടെ, ഭർത്താവിന്റെ ഭാഗത്തു നിന്നാവട്ടെ, ഭാര്യയുടെ ഭാഗത്തു നിന്നാവട്ടെ, കുടുംബത്തിന്റെ ഭാഗത്തു നിന്നാവട്ടെ, എങ്ങനെ ജീവിതത്തിൽ എത്ര നാശത്തിനോടടുത്താലും മരണത്തിന് ഒരു കാരണവശാലും കൊതിക്കരുത് എന്ന് ഞാനിതിന്റെ തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം 25% ആത്മഹത്യ വർദ്ധിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതും 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആത്മഹത്യ അത് ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 18 വയസ്സിന് പ്രായമുള്ള കുട്ടികളുടെ ആത്മഹത്യ വർദ്ധിച്ചിട്ടുണ്ടെന്ന്. പണ്ടൊക്കെ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ തെറ്റായി കണ്ടിരുന്ന സമയം. ഇപ്പൊ അതൊരു നിസ്സാര പ്രശ്നമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന മലപ്പുറം ജില്ലയിലായിരുന്നു ആത്മഹത്യ ഏറ്റവും കൂടുതലുണ്ടായിരുന്നത്. ഇന്നത് മാറി. ഇന്ന് മലപ്പുറം ജില്ലയിലെ മലബാർ ഏരിയകളിലെ മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിലൊക്കെ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ അതിന്റെ കാരണങ്ങളിലേക്ക് വരാം. ആ കാരണങ്ങൾ വന്നിട്ട് അതിന് സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം ഇൻഷാ അല്ലാഹ്. അതിനെന്തൊക്കെ നമ്മൾ കെയർ ചെയ്യണം എന്നുള്ളത് പറയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏതു സാഹചര്യത്തിലും ആത്മഹത്യയെ കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാൻ പാടില്ല. അത്ര കടുത്ത മഹാപാപമാണ് ആത്മഹത്യ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെ നാശങ്ങളിലേക്ക് നിങ്ങൾ ഒരിക്കലും തള്ളിവിടരുത്. നാശങ്ങളിലേക്ക് തള്ളിവിടരുത് എന്നാൽ അത് ഒരു നിലക്കും നമ്മുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിൽ, ആ ശരീരത്തിന് ബുദ്ധിമുട്ടാകുമ്പോൾ ആഖിറത്തിനും പരലോകത്തിനും നമ്മുടെ ജീവിതത്തിനൊക്കെ പ്രയാസമാണ്. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രൂപത്തിലേക്ക് നിങ്ങളെ ശരീരത്തിന് നാശത്തിലേക്ക് തള്ളിവിടരുത്. വഅഹ്സിനു, നിങ്ങൾ നന്മ പ്രവർത്തിക്കുന്നവരാകുവിൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹുവിനെ നന്മ പ്രവർത്തിക്കുന്നവരെ വല്ലാത്ത ഇഷ്ടമാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഒരു ഖുദ്സിയ ഹദീസിൽ കാണാം, ബാദറനി അബ്ദി നഫ്സഹു, എൻ്റെ അടിമ എന്നെ ഓവർടേക്ക് ചെയ്തു. അതിന്റെ അർത്ഥമാണ് എൻ്റെ അടിമ എന്നെ ഓവർടേക്ക് ചെയ്തു ബിനഫ്സിഹി, അവന്റെ സ്വശരീരം കൊണ്ട്. അപ്പൊ ഞാൻ അവനൊരു ആയുസ് 63 വയസ്സ് വരെ 75 വയസ്സ് വരെ ജീവിക്കാൻ ഞാൻ കണക്കാക്കിയിരുന്നു. പക്ഷെ അവന് 35-ാമത്തെ വയസ്സിൽ തന്നെ അവൻ എന്ത് ചെയ്തു? അവന്റെ ഖലാ പ്രകാരം, അള്ളാഹുവിന്റെ ഖലാ അങ്ങനെയാണ്. അവന്റെ അതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളൊരു ഏരിയ ഉണ്ട്. അതിപ്പോ ഇതിൽ ഡീപ്പായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു ഭാഗം അല്ലാത്തതുകൊണ്ടാണ് കൂടുതൽ അതിനെ കുറിച്ച് പറയാത്തത്. അപ്പോ അവന് ഓവർടേക്ക് ചെയ്ത് അവന് 35-ാമത്തെ വയസ്സിൽ തന്നെ അവന്റെ സ്വന്തം ശരീരത്തിനെ അവൻ കൊല ചെയ്തിരിക്കുന്നു, ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അങ്ങനത്തെ ആളെ കുറിച്ച് അള്ളാഹു പറയാണ്, ഫഹറംതു അലൈഹിൽ ജന്ന,
അവന്റെ മേൽ നാം സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നെ ഓവർടേക്ക് ചെയ്ത് ജീവിതം പെട്ടെന്ന് അവസാനിപ്പിച്ച് ഞാൻ അവന് സന്തോഷമായി ജീവിക്കാനുള്ള അവസരം കൊടുത്ത് സ്വന്തം ജീവിതം അവസാനിച്ച് വന്നയാൾക്ക് ഫഹറംതു അലൈഹിൽ ജന്ന, അവന്റെ മേൽ ഞാൻ സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആത്മഹത്യ ചെയ്ത ഒരാളുടെ ബോഡി എത്തിക്കപ്പെട്ടു. ആത്മഹത്യ ചെയ്ത ഒരാളുടെ ശരീരം അവിടെ എത്തിക്കപ്പെട്ടു. അങ്ങനെ എത്തിക്കപ്പെട്ടപ്പോൾ ബിറജുലിൻ ഖതല നഫ്സഹു ബിമനാഖിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആയുധം കൊണ്ട്, അല്ലെങ്കിൽ ഒരു മുറിപ്പെടുത്തുന്ന വസ്തു കൊണ്ട്, ഒരു വീതിയുള്ള വലുപ്പമുള്ള ഒരു ആയുധം കൊണ്ട് സ്വന്തം ശരീരത്തിനെ നശിപ്പിച്ച് ആത്മഹത്യ ചെയ്ത ഒരാളുടെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളുടെ അടുക്കൽ കൊണ്ടുവരപ്പെട്ടു. മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഫലം യുസല്ലി അലൈഹി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മയ്യത്തിന്റെ മേൽ സ്വഹാബാക്കളോട് നിസ്കരിക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് മാറി നിന്നു, അതിന്റെ ഗൗരവം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഒരിക്കലും ആത്മഹത്യ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്തരം ആത്മഹത്യകൾ സംഭവിക്കുന്നതിനെ തൊട്ട് നമ്മുടെ മക്കളെ നല്ലോണം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ മക്കളോട് സംസാരിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല, അവരെ പാരന്റിങ് നടത്താൻ സമയമില്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. മൊബൈൽ ഫോണ്, സ്മാർട്ട് ഫോൺസ്, അത് ഗാഡ്ജറ്റുകൾ ധാരാളം സുലഭമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് നാം നമ്മുടെ യൂട്യൂബുകളിലും അതേപോലെ ഇൻസ്റ്റഗ്രാം റീൽസുകളിലൂടെയൊക്കെ നമ്മുടെ ഈ വിരലുകളെ കൊണ്ട് സ്ക്രോൾ ചെയ്യപ്പെട്ട് ഓരോ വീഡിയോസും കണ്ട് നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്നു. നമ്മുടെ മക്കളോട് ഒരു 5 മിനിറ്റ് പോലും, നമുക്ക് ഒരു ദിവസം പോലും സംസാരിക്കാൻ സമയമില്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മനസ്സ് വായിച്ചറിയാൻ സാധിക്കില്ല. അങ്ങനെ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിയാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു കുട്ടികളാണ്, കുട്ടികളുടെ പ്രകൃതിയിൽപ്പെട്ടതാണ് വാശി പിടിക്കുക എന്നുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഇത് കേൾക്കുന്നവർ പറയട്ടെ, ഇതിൽ മക്കളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ, വാശിയില്ലാത്ത മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലൊന്ന് കമന്റ് എഴുതണം ഇപ്പൊ തന്നെ. ഏതെങ്കിലും ഒരു മക്കള് മാതാപിതാക്കളോട് ഇന്ന് വരെ വാശി പിടിക്കാത്ത, വാശിയിൽ കാര്യങ്ങൾ പറയാത്ത ഏതെങ്കിലും മക്കളുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ ഇതിലൊന്ന് എഴുതി അറിയിക്കുക. അപൂർവങ്ങളിൽ അപൂർവം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. മക്കൾക്ക് വാശി ഉണ്ടാകും. ആ വാശി പിടിക്കുന്ന മക്കളെ കൃത്യമായി പാരന്റിങ് ചെയ്യാൻ സാധിക്കണം, അറിയണം. നിങ്ങൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എങ്ങനെ വാശി പിടിക്കുന്ന മക്കളെ പാരന്റിങ് ചെയ്യാം എന്നുള്ളത് പഠിച്ചാൽ ഇത്തരം ആത്മഹത്യകളെ തൊട്ട് ഒഴിവാക്കാൻ പറ്റും. ഈ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് കൃത്യമായി നമുക്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്, മറ്റുള്ളവർ പറയുന്നതല്ലേ അറിയുള്ളൂ. അതിന്റെ കൃത്യമായ, നമ്മളിപ്പോൾ കിട്ടിയ ന്യൂസ് പ്രകാരം അവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കാത്തതിന്റെ പേരിലാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും അതൊരു വാശിയാണ്. ഞാനത് സത്യമാണെന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വാശിപ്പുറത്ത് ചെയ്തതാണെങ്കിൽ ആ വാശി ഈ കുട്ടിയിൽ നിന്ന് നേരത്തെ കണ്ടു മനസ്സിലാക്കി അതിനെ എങ്ങനെയാണ് കൃത്യമായി പാരന്റിങ് ചെയ്യേണ്ടത് എന്ന് ആ മാതാപിതാക്കൾ പഠിച്ച് അതിനനുസരിച്ച് ആ മക്കളെ വളർത്തിയിരുന്നെങ്കിൽ ഇന്ന് ആത്മഹത്യ സംഭവിക്കൂലായിരുന്നു. അപ്പൊ അതിന് നമുക്ക് സമയം ഉണ്ടാവൂല, അതിന് നമുക്ക് അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ നമുക്ക് കഴിയൂല. അപ്പോ നമ്മുടെ മക്കളോട് മനസ്സ് തുറന്ന് മണിക്കൂറുകളോളം 10 മിനിറ്റ് 20 മിനിറ്റൊക്കെ സംസാരിക്കാനും അവരുടെ കുഞ്ഞു കുഞ്ഞു വേദനകൾക്ക്, അവരുടെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങൾക്ക്, അവരുടെ കുസൃതികൾക്ക് കാതു കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാനും നമുക്ക് സമയമുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊന്നും സംഭവിക്കൂല. ആത്മഹത്യ ചെയ്തവൻ ഏതു നിലയിലാണോ മരണപ്പെട്ടത് അതേ അവസ്ഥയിൽ അവരെ ശിക്ഷിക്കപ്പെടുമെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരാൾ ഇരുമ്പ് കൊണ്ട് ആരെങ്കിലും ആത്മഹത്യ ചെയ്ത, ഒരു ആയുധം കൊണ്ട് അവന്റെ കയ്യിൽ അതുണ്ടായിരിക്കും, അതുകൊണ്ട് അവൻ വയറ്റിൽ കുത്തിക്കൊണ്ട് ശാശ്വതമായി നരകത്തിൽ കിടക്കുന്നതാണ്. അങ്ങനെയാണ്. ഒരാളൊരു കത്തി എടുത്തിട്ടാണ് ആത്മഹത്യ ചെയ്തത്, എന്നാൽ ശാശ്വതമായി അതവന്റെ കയ്യിലുണ്ടാകും, അത് കുത്തിക്കൊണ്ടേ അവൻ നരകത്തിൽ കിടക്കും. വല്ലവനും വിഷം കഴിച്ചാണോ ആത്മഹത്യ ചെയ്തത്, എന്നാൽ ആ രൂപത്തിൽ തന്നെ അവൻ ശാശ്വതമായി നരകത്തിൽ കിടക്കുന്നതാണ്. അവൻ വിഷം കുടിച്ചുകൊണ്ടാണ് നരകത്തിൽ കിടക്കുക. വല്ല ഒരുത്തനും പർവ്വതത്തിന് മുകളിൽ നിന്ന് ചാടിയിട്ടാണ് ആത്മഹത്യ ചെയ്തത്, എന്നാൽ പർവ്വതത്തിന് മുകളിൽ നിന്ന് ചാടിക്കൊണ്ടിരിക്കുന്ന അതേ അവസ്ഥയിലാണ് നരകത്തിൽ അവൻ
എന്തായിരിക്കുക എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതൊക്കെ നമ്മുടെ മക്കൾക്ക് ഇത്തരം വിഷയങ്ങൾ അറിയോ? ഇങ്ങനെയാണ് ഇതിന്റെ ശിക്ഷ എന്നുള്ളത് നമ്മുടെ മക്കൾക്കറിയോ? ഇത് പഠിപ്പിച്ചു കൊടുക്കാൻ ആരാളുള്ളത്? ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അവർ ബോധേഡാണോ? അത് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയല്ലേ? ഇപ്പോ ഈ സമീപകാലത്ത് ഒരുപാട് സഹോദരിമാര് ഭർത്തൃ വീട്ടിലെ പീഡനം കാരണം, അത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട പീഡനമാവട്ടെ, അതേപോലെ തന്നെ അവിടെ കുടുംബത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ, എന്തു തന്നെയായാലും അവരവരുടെ ആത്മഹത്യ എന്നൊരവസ്ഥയിലേക്ക് അവരുടെ ജീവിതത്തെ എത്തിക്കാൻ പാടില്ല. അത്തരം ചില സംഭവങ്ങൾ കോളിലൊക്കെ സൃഷ്ടിച്ച ചില ആത്മഹത്യകളൊക്കെ നടന്നല്ലോ, അതിന്റെ കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കുടുംബങ്ങളിലും സ്ത്രീധനത്തെ ചൊല്ലിയിട്ടാണ് പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്. കണ്ണീരുമായി കഴിയുന്ന എത്രയോ കുടുംബങ്ങൾ ത്വലാഖ് ചൊല്ലപ്പെടുന്നു, ജീവിതം നരകതുല്യമാകുന്നു. എത്രയോ സഹോദരിമാരെ ഇസ്ലാമിന്റെ കൃത്യമായ ആ മനോഹരമായ ആ ഒരു കാഴ്ചപ്പാടില്ലാത്ത എത്രയോ മനുഷ്യക്കോലങ്ങൾ പേറിയ എത്രയോ ആളുകളെ കാരണം എത്രയോ സഹോദരിമാരെ ജീവനൊടുക്കുന്നു. പ്രിയപ്പെട്ട സഹോദരിമാരെന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ മരണത്തെ കൊതിക്കാൻ പാടില്ല. മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏറിപ്പോയാൽ നിങ്ങൾ അത്രയും പ്രയാസത്തിലാണെങ്കിൽ അല്ലാഹുവേ എനിക്ക് എന്നെ ഖൈറിലേക്ക് എത്തിക്കണേ. മരണം ഖൈറാണെങ്കിൽ ഖൈറ്, ജീവിതമാണ് ഖൈറെങ്കിൽ ഖൈർ, അങ്ങനെയെങ്കിലും അങ്ങനെ പറയാവൂ അവസാന അവസ്ഥ എത്തുമ്പോൾ. എന്നാലും നിങ്ങൾ മരണത്തിന് കൊതിക്കരുതെന്ന് മുത്ത ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. യഥാർത്ഥത്തില് ഈ വധുവിന്റെ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ആണിന് വരന് കുറെ സമ്പത്ത് കിട്ടണം എന്ന കാഴ്ചപ്പാട് അത് തിരുത്തപ്പെടേണ്ടതാണ്. അങ്ങനെയൊന്നുമില്ല. പെൺകുട്ടിക്ക് മഹർ കൊടുത്ത് ബഹുമാനിച്ച് കൂട്ടിക്കൊണ്ടുവരുന്നതാണ് ഇസ്ലാമിലെ വിവാഹ രീതി. അങ്ങനെയാണ് ഇസ്ലാമിന്റെ ആ ഒരു സുന്ദരമായ കാഴ്ചപ്പാട്. അങ്ങനെയാണ് അവർക്ക് മഹർ കൊടുത്ത് ബഹുമാനത്തോടുകൂടെ കൂട്ടിക്കൊണ്ടുവന്ന് പവിത്രമായൊരു ജീവിതശൈലിയാണ്, അങ്ങനെയുള്ളൊരു ജീവിതമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. പെൺകുട്ടിക്ക് അവരുടെ കുടുംബം സന്തോഷത്തോടെ വല്ലതും നൽകുന്നുവെങ്കിൽ അത് സ്വീകാര്യമാണ്. അങ്ങനെ പലരും നൽകുന്നവരുണ്ടാവും. ഭർത്താവിന്, ആണിന്റെ വീട്ടുകാർക്ക്, വരന്റെ വീട്ടുകാർക്ക് ചിലപ്പോൾ സന്തോഷത്തിൽ എന്തെങ്കിലും നൽകുന്നതുണ്ടാകും. അത് ഇത്ര എന്ന് നിശ്ചയിച്ചിട്ടോ അല്ലെങ്കിൽ ഇത്ര കൊടുക്കണമെന്ന് കരുതിയിട്ടോ ഒന്നുമില്ല. ഇന്ന് 150 പവനും. ഇപ്പോ നേരത്തെ മുമ്പ് ആത്മഹത്യ ചെയ്തൊരു രണ്ട് ഡോക്ടർമാരുണ്ടല്ലോ, അവരുടെ പേരൊന്നും ഞാൻ സൂചിപ്പിക്കുന്നില്ല. ആ ഡോക്ടറുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ അവര് എത്രയോ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരു ഇത് വലിയൊരു സംഭവമായിരുന്നു. അതുപോലും സമ്മതിക്കാതെ അതിന്റെ ഇരട്ടിക്ക് ആവശ്യപ്പെട്ടപ്പോ ആ കുടുംബത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. എത്രത്തോളം കരഞ്ഞു കലങ്ങിയ കണ്ണുനീർത്തുള്ളികളുടെ പാപങ്ങളാണ് അതിന് കാരണക്കാർ അനുഭവിക്കാൻ പോകുന്നതെന്നറിയോ? ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരവരുടെ കുടുംബ ജീവിതവും പശ്ചാത്തലവും കണ്ടിട്ടല്ലേ ജീവിതങ്ങൾ ക്രമപ്പെടുത്തേണ്ടത്. അപ്പൊ മതപരമായിട്ട് ഒരു പെൺകുട്ടിക്ക് അവകാശപ്പെട്ടത് അതെന്താണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളുടെ സ്വത്ത് വിഹിതമാണ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അത് എത്ര വേണം, എങ്ങനെ, എപ്പോൾ എന്നത് അവരുടെ ഇഷ്ടമാണ്. അവർ മരിച്ചാൽ അനന്തര സ്വത്തിന്റെ കണക്ക് പ്രകാരം ഇസ്ലാമിൽ കൃത്യമായൊരു മാനദണ്ഡം അതിനുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്രയാണ് മകൾക്ക് കിട്ടുക, അത് ഇന്ന ആള് ഉണ്ടെങ്കിൽ എത്ര ആള് കിട്ടുക, ഇങ്ങനെ കൃത്യമായ ഇൽമുൽ ഫറാഇദ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെ ദീനിലുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഇതല്ലാതെ സ്ത്രീധനം എന്ന പേരിൽ ഒന്ന് വേറെ ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. സ്ത്രീധനം എന്ന പേരിൽ ഒരു കാര്യം ഇസ്ലാമിൽ ഇല്ലേ ഇല്ല. വിവാഹ സമയത്ത് അവർക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അവിടെ നിബന്ധന വെക്കലോ നിർബന്ധിച്ച് വാങ്ങലോ ഒന്നും ദീനിലില്ല. ഇவ்விഹിതം ആത്മഹത്യയിലേക്ക് പെൺകുട്ടികളെ തള്ളിയിടുന്നവർ കടുത്ത തിന്മയാണ്. അവരെ മാനസികമായി പീഡിപ്പിക്കുന്നതിന്, അവരെ വല്ലാതെ തകർക്കുന്നതിന്, ഇതിനൊക്കെ ജീവിതത്തിൽ അവർ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. അപ്പോ സാമ്പത്തികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല യഥാർത്ഥത്തിൽ വിവാഹമുള്ളത്. വിവാഹം കഴിക്കുന്നവർക്ക് ജീവിത സന്തോഷം, ആ രൂപത്തില് സാമ്പത്തികമായൊരു സഹായം, സാമ്പത്തികമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്
ആരെങ്കിലും വിവാഹം കഴിക്കുന്നതെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, അവരുടെ ജീവിതത്തിൽ വലിയ ബർക്കത്ത് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ആത്മഹത്യ ചെയ്യപ്പെടുന്ന കേസുകളിൽ, അതേപോലെ തന്നെ ഈ 150 പവനും 100 പവനും 200 പവനൊക്കെ കൊടുത്ത് വലിയ ബെൻസ് കാറും അതേപോലെ തന്നെ 1 ഏക്കർ സ്ഥലമൊക്കെ കൊടുത്ത് ഈ സാമ്പത്തിക ലക്ഷ്യം വെച്ചിട്ടുള്ള വിവാഹങ്ങൾ വരുമ്പോൾ ആ വിവാഹത്തിന് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം, നല്ല തൻ്റെ ഇടമുള്ള പിതാവിന് വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, തുങ്കഹുൽ മർഅത്തു ലിഅർബഅ ലിമാലിഹാ വലി ഹസബിഹാ വലി ജമാലിഹാ വലി ദീനിഹാ ഫൾഫർ ബിദാത്തിദ്ദീൻ. സമ്പത്തിനു വേണ്ടി, ഭംഗിക്ക് വേണ്ടി, ഇങ്ങനെ തുടങ്ങി വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അതിൽ വിജയിച്ചവർ, ദീന് നോക്കി വിവാഹം കഴിക്കുന്നവർ മാത്രമാണ് വിജയിച്ചവർ. അല്ലാതെ സമ്പത്തിനു വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, കുടുംബ മഹിമ നോക്കിയിട്ട്, അവരുടെ മറ്റുള്ള വിഷയങ്ങൾ നോക്കിയിട്ട് വിവാഹം ചെയ്യുന്ന ആളുകള് അവരുടെ ജീവിതം സന്തോഷമുണ്ടാകൂല, തരിബത്തിയതാക്ക്, സന്തോഷമുണ്ടാകൂല, ബറക്കത്തുണ്ടാകൂല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ പേരിൽ ഒരുപാട് ആഭാസങ്ങൾ, ആർഭാടങ്ങൾ, അതൊക്കെ നമ്മൾ നോക്കണം. നല്ല 5 വഖത്ത് നിസ്കരിക്കുന്ന നല്ല ഉപ്പ ഉണ്ടാവും, നല്ല ഹജ്ജ് ചെയ്ത നിസ്കാരത്താമ്പൊക്കെ ഉള്ള നല്ലൊരു ഹാജി ഉണ്ടാകും. അവരുടെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ ഈമാനിന്റെ പ്രഭ കാണും. അവർ നിസ്കാരത്തിൽ മുന്നിലെ സൊഫിൽ തന്നെ ഉണ്ടാകും, ഇമാമിന്റെ അടുത്ത് തന്നെ ഉണ്ടാകും. ഉമ്മ വീട്ടില് എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ, സൂറത്തുൽ മുൽക്കും, സൂറത്തു യാസീനും ഓതേണ്ട സൂറത്തുകളും, ഹദ്ദാദ് റാത്തീബും, മങ്കൂസ് മൗലിദും, മുഹ്യിദ്ദീൻ മൗലിദും, നഫീസത്ത് മാലയും, റിഫായി മാലയും ചൊല്ലാത്ത ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നല്ല ചിട്ടയിൽ വളരുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും മകള് അവരുടെ വിവാഹ ചടങ്ങ് വരുമ്പോൾ ഹറാമൊന്നും പരിഗണിക്കാതെ ആഭാസങ്ങളുമായി ബന്ധപ്പെട്ട്, മഞ്ഞക്കല്യാണവുമായി ബന്ധപ്പെട്ട് തീർത്തും ദൂർത്തനുസരിച്ച് ജീവിക്കുമ്പോൾ ആ കുടുംബജീവിതത്തിൽ ബറക്കത്തുണ്ടാവില്ല. ഹറാമിൽ തുടങ്ങിയത് എങ്ങനെ പ്രിയമുള്ളവരെ ബറക്കത്തുണ്ടാവാനാ? തൻ്റെ ഇടമുള്ള, ആണത്വമുള്ള, ദീനനുസരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളാണോ അതിനോടൊക്കെ നോ പറയാൻ സാധിക്കണം. അപ്പോഴാണ് അതിലൊക്കെ വലിയ ബറക്കത്തുണ്ടാവുക. ആഭാസങ്ങൾ ഒഴിവാക്കുക, അതിൻ്റെ കൂടെ സാധുക്കളെ സഹായിക്കുക, ആ പൈസക്ക് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വിവാഹം ചെയ്തു കൊടുക്കാനും, അശരണരായ ആളുകളുടെ കണ്ണുനീരൊപ്പാനും, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും, അവരുടെ രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാനൊക്കെ നമുക്ക് സാധിച്ചാൽ അത് നാളെ പരലോകത്തേക്ക് ഉപകാരം കിട്ടുന്ന വലിയ കാര്യമാകും. അത്രയും സമ്പത്തുള്ള ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ? അവര് ആ വിവാഹത്തിന്റെ കൂടെ ഒരു 5 പവനെങ്കിലും കൊടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൽ വിവാഹം ചെയ്യാൻ സമ്പത്തില്ലാതെ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആ മോളുടെ വിവാഹം കൂടി ചെയ്തു കൊടുക്കട്ടെ. അങ്ങനെ നാടിന് മാതൃകയാവട്ടെ. അതൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ആത്മഹത്യ, ഞാനിത് പറഞ്ഞപ്പോൾ അതിന്റെ ഇടയിൽ വന്നതാ, ആത്മഹത്യ എന്തിന്റെ പേരിലാണെങ്കിലും അതൊരിക്കലും നമ്മുടെ ജീവിതത്തില് ആത്മഹത്യ, ഒരാളുടെയും ജീവിതത്തിൽ ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. ആത്മഹത്യ വലിയ പാപമാണ്. അത് ചെയ്യുന്നവർ ഏത് രൂപത്തിലാണോ അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ രൂപത്തിൽ തന്നെ ഈ ലോകത്ത് നിന്ന് അവർ വിട പറയേണ്ടി വരും. ആ രൂപത്തിൽ തന്നെ അവർക്ക് നരകത്തില് അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം അപകടങ്ങളെ തൊട്ട്, അത്തരം പ്രശ്നങ്ങളെ തൊട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ വലിയ ഹൈഫു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആത്മഹത്യ തടയാൻ ചെയ്യേണ്ട മാർഗങ്ങൾ, അതിനുവേണ്ടി ചെയ്യേണ്ടത് എല്ലാ ടെൻഷനുകളും അകറ്റാൻ മാർഗമായി മഹാന്മാർ കണ്ടത് നിസ്കാരം നിലനിർത്തുക, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, നല്ല ആത്മീയ മജ്‌ലിസുകളിലൊക്കെ പങ്കെടുക്കുക, അവർക്ക് നല്ലോണം സ്വലാത്തുകൾ ചൊല്ലാൻ വേണ്ടി പ്രേരിപ്പിക്കുക, എന്നും 100 സ്വലാത്ത് ചൊല്ലുന്ന മക്കളാക്കി വളർത്തുക. അങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മുടെ മക്കളോട് ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി പറയുക എല്ലാ ദിവസവും. അപ്പൊ സ്വലാത്ത് ചൊല്ലുന്ന മക്കളാവുമ്പോൾ അവരുടെ ഹൃദയത്തില് സ്വലാത്തിന്റെ ഒരു 100 അവരുടെ ഹൃദയത്തിലുണ്ടാകും. ആ സ്വലാത്തിന്റെ 100 ഒരാൾക്കും ഒരു ആത്മഹത്യ ചെയ്യാൻ പറ്റൂല. അവർക്കൊരു അന്യന്റെ കൈ പിടിച്ച് അന്യ മതസ്ഥരുടെ കൈ പിടിച്ച് പോകാൻ പറ്റൂല. ഇപ്പൊ മിശ്ര വിവാഹത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കാലമാണ്. നമ്മുടെ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്യബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് അവരൊക്കെ ഹറാമമായ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നവരാണ്. അത്തരം ബന്ധങ്ങളെ തൊട്ട് തടയിടാനൊക്കെ ഈ സ്വലാത്തിന് സാധിക്കും. അതുകൊണ്ട് തന്നെ വീടിന്റെ
ആത്മഹത്യകളെ തൊട്ട് തടയാനും നല്ല ജീവിതം ചിട്ടപ്പെടുത്താനൊക്കെ കാരണമാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ സലാഹിൻ്റെയും ഖൈറിൻ്റെയും അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സലാമത്ത് നൽകട്ടെ. അതേപോലെ തന്നെ നമ്മുടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിൻ്റെ അമല് ചൊല്ലി തുടങ്ങിയവരുണ്ട്. അല്ലാഹുവേ, അവരുടെ നിയ്യത്തുകളെ നീ പൂർത്തീകരിക്കണം. അല്ലാഹ് ഇൻഷാ അല്ലാഹ് എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.